ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗുഡ് ന്യൂസാണ് ഉടനെ ലഭിക്കാൻ പോകുന്നത് നോക്കാനാണ്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ റീഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗുഡ് ന്യൂസാണ്. നിങ്ങളിപ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ആ ഒരു ഗുഡ് ന്യൂസിനെ കുറിച്ചാണ്. എത്രയും പെട്ടെന്ന് ആ ഗുഡ് ന്യൂസ് എനിക്ക് ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗുഡ് ന്യൂസ് ൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഗുഡ് ന്യൂസ് എന്താണോ അത് ഈ റീഡിങ്ങിൽ വരണമെന്നാണ്. എന്തോ ഒരു കാര്യത്തിൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഏതോ വ്യക്തി നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അതായത് അവർ സമ്മതമാണ് എന്ന് നിങ്ങളോട് പറയുന്ന ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും നിങ്ങൾ ഹൃദയം കൊണ്ട് എന്ത് ഗുഡ് ന്യൂസാണോ ആഗ്രഹിക്കുന്ന ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയെ ഉള്ള ആ ഒരു ഗുഡ് ന്യൂസ് ആണെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കണമെന്നുള്ളതാണെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയത് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് പോകണം. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. അവർ ചിലപ്പോൾ വേറെ കൺട്രിയിലായിരിക്കാം, അബ്രോഡോ അല്ലെങ്കിൽ ദുബായോ സൗദി അറേബ്യ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരോട് അടുത്ത് പോകണം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയെ കാണാൻ പോകാൻ വേണ്ടി. പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, ഡിലേ വരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഡിലേ വരുന്നു. ഇവിടെ ഈ റീഡിംഗ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരെ കാണാനാണോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ആ ഒരു നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു കാണൽ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഗുഡ് ന്യൂസ് ഇതാണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം വന്നിരിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുന്ന ആ ഒരു ടൈം. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്വയം ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ട്, ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാനസിക ശാന്തി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹൃദയം സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കോള് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഫോൺ എന്തായാലും നിങ്ങളുടെ അടുത്ത് തന്നെ വയ്ക്കണം. പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെയും ഇടയിൽ കാര്യങ്ങൾ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് പോകുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ മാറി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ട്, അതായത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്സ് സക്സസ് ആവുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം വയ്ക്കുന്നതായിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബന്ധം വയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരം ഉണ്ടാകും. അവരുമായിട്ട് സംസാരം ഉണ്ടാകണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഇത് പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴെല്ലാം. ഇവിടെ ഇത്രയും വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയം, ആത്മാവ് എല്ലാം അലൈൻമെൻറ്റിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങൾ എല്ലാം വിട്ടുകളയാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊട്ടും തന്നെ പാസ്റ്റിലിരിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയും കരഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കത്തില്ല പാസ്റ്റിൽ. അതുപോലെ തന്നെയാണ് നിങ്ങളും. ഇവിടെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ വരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു, വിഷമം. ഇവിടെ അത്രമാത്രം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ 999 ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 999 ആ ഒരു എനർജി പറയുന്നത് എന്തോ വലിയൊരു കാര്യം നിങ്ങൾക്ക് പ്രാപ്തമാകാൻ പോവുകയാണ് എന്നാണ്.
ഇവിടെ നിങ്ങൾക്ക് 999 ആ ഒരു എനർജി ഈ കഴിഞ്ഞ് പോയ സമയത്തോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്തോ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തോ വലിയ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കരികിൽ വരാൻ പോകുകയാണ്. ആ സന്തോഷത്തിൻ്റെ ആ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ചില ആൾക്കാർ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് അവരുടെ ആ ഒരു കുടുംബം എങ്ങനെയായിരിക്കും, മാരേജ് അല്ലെങ്കിൽ അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ ജോലി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുമോ, അവർക്ക് ഭാവിയിൽ അവരുടെ ആ ഒരു ഫ്യൂച്ചർ നേരെയാകുമോ എന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഹൃദയം, ആത്മാവ് ഇത് രണ്ടും ബാലൻസിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു സമാധാനമില്ല, അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു തലയിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ടെൻഷൻ്റെ ആ ഒരു ഭാരം കുറയ്ക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഫീലാകും. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കുമ്പോൾ ഇവിടെ എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ കാര്യം നടന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഫീലാകും. ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഭാവം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ഒരു ഭാവം എനിക്ക് ഇതുവരെയും ഫീലായിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഫീലാകുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു സുരക്ഷ എൻ്റെ മേൽ ഉള്ളതായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സന്തോഷ നിമിഷം ദൈവത്തിൻ്റെ അടുത്താണ് നിങ്ങൾ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. അത്രയ്ക്ക് തൊട്ടരികിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇതുവരെയും കാണാത്ത അങ്ങനൊരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവമേ ഇതുപോലൊരു സമയം എൻ്റെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല, അങ്ങനൊരു സമയമാണല്ലോ ഇത് എന്ന്. ഇവിടെ ഒരു വ്യക്തി ബ്ലാക്ക് മാജിക് കാരണമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മോശം ദൃഷ്ടി കാരണമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരു നല്ലൊരു മോചനം ഈ ഒരു സമയം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിക്കവറി നിങ്ങൾക്ക് ആ ഒരു ഇതിലൊരു ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മുറിവുകളാണോ ലഭിച്ചത് അതൊരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള മുറിവുകൾ പോലും ഉണക്കുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം സംഭവിക്കുക. അതായത് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കാൻ ആ മുറിവുകൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണക്കുന്ന രീതിയിൽ അതിലൊരു റീക്കവറി ഉണ്ടാവുന്നതായിട്ട്. ഇവിടെ നിങ്ങൾക്ക് ചില സമയം തോന്നും, ഞാൻ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സുഖം ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. മുന്നേക്ക് ഇത്രയും നല്ല കർമ്മം ചെയ്തിട്ട് എനിക്കൊരു ദുഃഖം മാത്രമാണല്ലോ ലഭിക്കുന്നത് എന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഞാൻ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടാണ് ദൈവം എനിക്ക് ഇത്രയും നല്ല ഒരു ഇത് തന്നത് ദൈവം എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ ചില വ്യൂവേഴ്സിന് ഒരു പേടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ലൈഫിലെല്ലാം നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്നാലും അവർക്ക് ഉള്ളിലൊരു ഭയം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭയത്തെ നിങ്ങൾ ആദ്യം മാറ്റുക നിങ്ങളിൽ നിന്ന്. ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, എന്തെങ്കിലും എനിക്ക് ഇല്ലാതാകുമോ എന്നൊക്കെയുള്ള പേടി കാരണം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ നല്ല ആ ഒരു ജീവിതത്തെ ജീവിക്കാതെ പേടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഓരോ നിമിഷവും സന്തോഷമായിട്ട് ജീവിക്കൂ. കാരണം പോയ സമയം പിന്നെ നമുക്ക് തിരികെ ലഭിക്കത്തില്ല. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലാതാകുമോ എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനി വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. സംഭവിച്ചത് അത് കഴിഞ്ഞു പോയി, ഇനി ഒരിക്കലും അത് സംഭവിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു രീതിയിലുമുള്ള നെഗറ്റീവ് എനർജിയുടെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്രത്തോളം പാടുള്ള സിറ്റുവേഷനാണോ നിങ്ങൾ അനുഭവിച്ചത് അതെല്ലാം ജൂൺ 2025 അതുവരെ ആയിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി ചെറുതായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെയധികം മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങളുടെ കുട്ടിക്കാലം മുതലേ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ വർഷവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നതായിട്ടുള്ള ആ ഒരു ഇത് 2025 ജൂൺ വരെ ഉണ്ടായിരുന്നുള്ളത് അവസാനിച്ചു. ഇവിടെ ചില ആൾക്കാർ പറയും, മാഡം എനിക്ക് ഇത്രയും വയസ്സായ ഞാൻ ഇതുവരെ എന്തെല്ലാം വിഷമങ്ങളാണ് അനുഭവിച്ചത് എന്ന്. പക്ഷേ അത്രയും വിഷമം നിങ്ങൾ അനുഭവിക്കണമെന്ന് നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും അനുഭവിച്ചത്. ഇനി ഇല്ല, 2025 ജൂൺ വരെ ആയിരുന്നു അത് അനുഭവിക്കേണ്ടിയിരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു പോയിൻ്റ് ഉണ്ടാവുന്നതാണ്. ആ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്ത് തളർന്നു പോകും. അത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ദൈവത്തിന് ഷോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ശബ്ദം പോലും വെറുതെ ആയി പോകത്തില്ല, തെറ്റായി പോകത്തില്ല. അത്രമാത്രം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില വ്യൂവേഴ്സിന് ബ്ലാക്ക് മാജിക് പേടിയുണ്ട്, മോശം ദൃഷ്ടി ഇതെല്ലാം പേടിയുണ്ട്. പക്ഷേ ആർക്കേഞ്ചൽ മൈക്കിൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിച്ചാൽ അത് ആരെങ്കിലും എടുക്കുമോ എന്നുള്ള പേടിയാണ്. അതൊരിക്കലും ഉണ്ടാവത്തില്ല. കാരണം എത്ര പ്രാവശ്യം അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി അവരെ കൊണ്ട് സാധിക്കത്തില്ലത്. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലും വരും. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത, നെഗറ്റീവായിട്ടുള്ള ചിന്ത അത് വേണ്ട. എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമാകും എന്നുള്ള ആ ഒരു ചിന്ത വേണ്ട. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് നെഗറ്റിവിറ്റി വന്നാലും നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് അതിനെ നിങ്ങൾ തകർക്കേണ്ടതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യോദ്ധാവ്, ആ യോദ്ധാവിന് ചുറ്റും ഒത്തിരി ആൾക്കാർ അയാളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ ഒരു യോദ്ധാവ് ഒറ്റയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യാണ്. അവരെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല. അങ്ങനെ ഒരു സ്ഥിതി ഫേസ് ചെയ്ത ആളാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എന്തിന് ഭയക്കണം? ഇത്രയും ആൾക്കാരുമായിട്ട് പോരാടി വിജയിച്ച ആളാണ് നിങ്ങൾ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒന്ന് എവിടെയെങ്കിലും ഇരുന്നിട്ട് മുന്നോട്ട് ചിന്തിക്കും, നിങ്ങളുടെ ബാക്കിലോട്ട് ചിന്തിക്കും, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സിറ്റുവേഷനാണ് ഫേസ് ചെയ്തത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്ത് മന്ത്രമായാലും ബ്ലാക്ക് മാജിക് ആയാലും മോശം ദൃഷ്ടിയായാലും ഒന്നും തന്നെ നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ ഇങ്ങനെ നിങ്ങളോട് മോശം ചെയ്യുന്നവരെ നിങ്ങൾ ഫണ്ണി വേയിൽ അവർക്കുള്ള മറുപടി കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രമാണ് സഹിച്ചത്, ഇനി നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കരയുകയും ചെയ്യുകയാണ്, പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷൻ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുമ്പോഴാണ് ആ വ്യക്തി കരയുകയും ചിരിക്കുകയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു സന്തോഷം ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു ചിന്ത ഉണ്ടാകും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ നേരെ ആകുന്നില്ല, എല്ലാം ഒരു തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ചിന്ത നിങ്ങൾക്ക് നോക്കി കാണുമ്പോൾ ഉണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു വീട്ടിൽ പെട്ടെന്ന് നല്ല വെയിലുള്ളപ്പോൾ പെട്ടെന്ന് ആ ഒരു വെയിൽ മാറി കറുത്ത മേഘം വന്ന് ഒരു ഇരുട്ട് വന്നു, പെട്ടെന്ന് മഴയും തുടങ്ങി. അതേപോലെയാണ് നിങ്ങൾ വിചാരിക്കാതിരിക്കും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ വരുന്നത്. അപ്പോൾ എന്ത് ബ്ലെസ്സിങ് ആണോ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാതെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചോ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ആലോചിച്ചോ നിങ്ങളുടെ നല്ല ജീവിതം നിങ്ങൾ കളയരുത്. ഓരോ നിമിഷവും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു, അത് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, ആ എടുക്കുന്ന എഫേർട്ടിൻ്റെ ആ ഒരു ബലം വളരെ കുറവായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, പക്ഷേ ബലം ലഭിക്കുന്നത് കുറവായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അതിൻ്റെ ആ ഒരു ബലം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുന്നത്തെ പോലെ ആ ഒരു ബലം കുറയുകയില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തെ ബലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും ഫുൾഫില്ലായിട്ട് തന്നെ ഇരിക്കും. അത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് ആരും ഒരു വാല്യൂ തന്നില്ല, നിങ്ങളുടെ സ്വന്തക്കാർ പോലും ഒരു വാല്യൂ തന്നില്ലെങ്കിൽ ഇനി എല്ലാവരും വാല്യൂ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിന്.
ഇവിടെ ഇനി നിങ്ങളുടെ സ്വന്തക്കാർ പോലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളെ കൊണ്ട് ദൈവം ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കും. അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ബഹുമാനം നിങ്ങളോട് തോന്നും. അവർക്ക് സമൂഹത്തിൽ ഒരു ബഹുമാനം നിങ്ങളാൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് റിയൽ ഓർ സത്യമായിട്ടുള്ള ആ ഒരു സന്തോഷം ലഭിക്കും. അപ്പോൾ ഇവിടെ ആൾക്കാർ ഒത്തിരി നിങ്ങളെ പുകഴ്ത്തി പറയും നിങ്ങളുടെ ആ ഒരു ആക്ഷൻ കണ്ടിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പറ്റുമെങ്കിൽ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു പാട്ട് ഞാൻ പറയാം, അത് പറയുന്നത് നല്ലതാണ്. ഇത് പഴയ ഒരു ഹിന്ദി പാട്ടാണ്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല. ഷാരൂഖ് ഖാൻ്റെയൊക്കെ പഴയ ഒരു എസ് ബോസ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ചാന്ദ് താരേ തോട് ലാവോ സാരി ദുനിയാ ഭർ മേ ജാവോ ബസ് ഇത്നാ സാ കാബ് ഹേ. വളരെ മോശമായിട്ടാണ് ഞാൻ പാടിയത്. എന്നാലും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. അതായത് ഈ ചന്ദ്രനെ എനിക്ക് തൊടാൻ സാധിക്കണം, ഈ ഒരു ലോകത്ത് മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കണം, അതൊക്കെയാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. കാരണം അത്രമാത്രം അതിൽ എന്താ പറയുക, ഒരു നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹം ആ പാട്ടിലൂടെ നമുക്ക് ആ ഒരു ആഗ്രഹത്ത് എത്താൻ സാധിക്കുന്ന പോലുള്ള പാട്ടാണ്. ഇവിടെ ഞാൻ ചുമ്മാ ഈ പാട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്നോ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളുടെ മനസ്സ് ഉദാസമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് നിങ്ങൾ റിലാക്സ് ആവുന്നത് ആ പാട്ട് നിങ്ങൾ കേൾക്കുക. ഇവിടെ നിങ്ങളുടെ എനർജി ഏത് പാട്ടുമായിട്ടാണ് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നത് ആ പാട്ട് നിങ്ങൾ കേൾക്കുക. എനിക്കറിയാം ഈ കാണുന്ന 100%-ൽ 90% ആൾക്കാരും സ്പിരിച്വൽ ആണ് എന്ന്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻസ് പറയണം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പൈസകൾ നിങ്ങൾക്ക് വന്നു, നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നതായിട്ട് ഫ്ലൈറ്റിൽ, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായി എന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് അഫർമേഷൻസ് പറയുക. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആയി എന്നുള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുമ്പോഴാണ് ആ ഒരു ആഗ്രഹം പെട്ടെന്ന് നമ്മുടെ അടുത്തെത്തുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളത് ആയി മാറുക. നമുക്ക് ആ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ അതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറാണെങ്കിൽ കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വീടാണെങ്കിൽ വീട്ടിൽ താമസിക്കുന്നു സന്തോഷമായിട്ട്. എന്താണോ ആഗ്രഹം അതിൽ നമ്മൾ അവിടെ കിട്ടി എന്നുള്ള രീതിയിൽ സ്വപ്നം കാണുക. ഇവിടെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഉദാസമായിട്ടിരിക്കുകയാണെങ്കിൽ ഉദാസമായിട്ടുള്ള പാട്ടുകൾ ഒരിക്കലും കേൾക്കരുത്. കാരണം നിങ്ങളുടെ മനസ്സിനെ വീണ്ടും ഉദാസമാക്കിയുള്ള ആ പാട്ട്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയുകയാണ്, ഇവിടെ പോസിറ്റീവായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. വീഡിയോസ് ആയാലും പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ പ്രകൃതി ഒരു കാര്യം നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് വേണ്ടിയുള്ള സിറ്റുവേഷൻസ് പ്രകൃതി ഉണ്ടാക്കുന്നു. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഓരോ സിറ്റുവേഷൻസും പ്രകൃതി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം തരുവാനായിട്ട്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റിയുടെ ആ ഒരു പ്രഭാവം പതുക്കെ മാറി ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി എത്രമാത്രം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ആകുന്നതാണ്. നിങ്ങളുടെ പേടി മാറുന്നതാണ്, നിങ്ങളുടെ സ്വന്തക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, എല്ലാവരും നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നതാണ്, എല്ലാവരും നിങ്ങൾക്ക് വാല്യൂ തരുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് സമയത്തിൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ തലയിൽ ദൈവത്തിൻ്റെ ആ ഒരു കൈ വച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് പിറകിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാ വഴിയിലും എല്ലാ സമയത്തും അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ തലയിൽ ദൈവത്തിൻ്റെ ആ ഒരു കൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്. അവർ ഹൃദയം കൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് എല്ലാം നേരെയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതോ വരാൻ പോകുന്ന സമയം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ സുഖകരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് പേടിക്കണ്ട. ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള 5 ദിവസം
മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 15 മണിക്കൂറിനുള്ളിൽ ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ആ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമോ അത്രത്തോളം പെട്ടെന്ന് ആ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ടും ശിവശക്തിയുടെ മേൽ അർദ്ധനാരീശ്വരൻ്റെ മേൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ഓർ വൈറ്റ് കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. 6, 9 ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നല്ലതാവുകയാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയെ കൂടുതലായിട്ട് ആകർഷിക്കരുത് നിങ്ങളുടെ ലൈഫിൽ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പല കാര്യങ്ങളും നേരെ ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.